കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, പ്രതികൂലതകളെ നേരിടുവാനുള്ള ശക്തിയുടെ ഉറവിടം എന്നിലുള്ള നിങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. യുക്തിയും കോമൺ സെൻസും പൂർണ്ണ വിശ്വാസത്തിന് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ തടസ്സമുണ്ടാക്കിയേക്കാം. സാരമില്ല. വിശ്വാസം വർദ്ധിപ്പിച്ചു തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയം ശിശുതുല്യ നിഷ്കളങ്കത കൊണ്ട് നിറയ്ക്കും. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നിൽ ഉറപ്പിക്കും. കുഞ്ഞെ, നീ എന്നിൽ കൂടുതൽ വിശ്വസിക്കുന്തോറും ഞാൻ നിന്നെ കൂടുതൽ ശക്തനാക്കും. വിശ്വാസത്തിൽ വളരാൻ നിന്നിലെ നീ, നിന്റെ സ്വയം ചെറുതാകണം. ആത്മീയ അഭ്യാസങ്ങളും പ്രകടനങ്ങളും കൊണ്ട് വിശ്വാസം വളരുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, എൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതുമില്ല. പൂർണ്ണഹൃദയത്തോടെ എന്നിൽ ആശ്രയിക്കുകയും സ്വന്തം വിവേകത്തിൽ മനസ്സ് ഉറപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ വിശ്വാസ ചുവടുവയ്പ്പുകളെ നേരെയാക്കും, കൃപ കൊണ്ട് നിറയ്ക്കും. നിങ്ങളുടെ സമാധാനകാലങ്ങളിൽ എന്നിൽ അമിതമായി ആശ്രയിച്ച് വിശ്വാസത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കണം. അത് നല്ല സമയമാണ്. കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുന്ന പ്രതികൂല കാലങ്ങളിൽ എന്നിൽ അടിയുറച്ച വിശ്വാസം അതിജീവന ശക്തിയായി നിന്നെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും. നിന്റെ മനസ്സ് പറയുന്ന പ്രതികൂല ചിന്തകളെ അവഗണിക്കാൻ പഠിക്കണം. ജഡീക മനസ്സ് പറയുന്നതെല്ലാം ശരിയല്ല. അതിൽ സംശയവും തെറ്റിദ്ധാരണയും അഹങ്കാരവും ഭയവുമൊക്കെ ഉണ്ട്. എൻ്റെ സമാധാനത്തിൽ നിലനിൽക്കുവാനുള്ള പരിശ്രമങ്ങൾ, സുവിശേഷത്തിനു വേണ്ടിയുള്ള ത്യാഗങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സ്തോത്ര സമർപ്പണം, ഇതൊക്കെ നിന്റെ സ്വർഗീയ അക്കൗണ്ടിലെ നിക്ഷേപങ്ങളായി മാറും. വിശ്വാസസ്ഥിരതയ്ക്കും സ്വർഗീയ സമാധാനം അനുഭവിക്കാനുമൊക്കെ ഈ സ്വർഗീയ നിക്ഷേപങ്ങൾ സഹായകമാകും. എൻ്റെ കുഞ്ഞെ, സാത്താൻ നിന്നെ പ്രതികൂലതകളുടെ കാറ്റിൽ പാറ്റി നോക്കും. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ നടത്തിയേക്കാം. ദുരനുഭവങ്ങളുടെ ദുരിതക്കാസ നിന്റെ നേരെ വച്ചു നീട്ടിയേക്കാം. ശത്രു നിന്റെ മേൽ കൈവയ്ക്കുകയും ചെയ്തേക്കാം. അപ്പോഴൊന്നും നീ പ്രത്യാശ കൈവിടിയരുത്. വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ആത്മാവിൻ്റെ മേൽ കൈവയ്ക്കാനും വിശ്വാസത്തിൽ പതറിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിഷേധശക്തികൾക്ക് കഴിയില്ല കുഞ്ഞെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയാക്കുന്നവനുമാണ് നിനക്ക് വേണ്ടി സദാസമയവും
സ്വർഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ നീ ഇടറിയാലും വീണുപോകില്ല. നിന്റെ ആത്മാവിനെ വിശ്വാസത്തിൽ പതറിക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും ദുരന്ത അനുഭവങ്ങൾക്കും സാധിക്കില്ല. കാരണം ഞാൻ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 33-ാം സങ്കീർത്തനം. നാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. 56-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. ഭയമുണ്ടാകുമ്പോൾ ഞാൻ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഈ തിരുവചനങ്ങളാൽ എന്നെയും നിങ്ങളെയും ദൈവം ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.